ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചായ ശ്രുതി കലോറിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഭവമായിട്ടാണ്. ഓപ്പൺ എഗ് സാൻഡ്വിച്ച്. എല്ലാവർക്കും ഇഷ്ടാവും. ഏത് പ്രായക്കാർക്കും കഴിക്കാം. മുട്ട ഇഷ്ടമുള്ള എല്ലാവർക്കും കഴിക്കാം, ഇനി ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാം. കാരണം അതുപോലെ ഇഷ്ടാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അധികം സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കാനായിട്ട്, അധികം സാധനങ്ങളും വേണ്ട. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ളത്. അപ്പം ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലുള്ള ബണ്ണും എടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുൾഭാഗവും താഴെ ഭാഗവും കട്ട് ചെയ്യാം. എന്നിട്ടത് ഹാഫാക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബണ്ണും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാബേജ് അരിഞ്ഞത്, അതുപോലെ തന്നെ ക്യാരറ്റും 2 ടേബിൾ സ്പൂൺ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ സബോള ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന്. ഇതൊക്കെ എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മയോണൈസ് ആണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ, കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതാ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനില്ലെന്നൊക്കെ നോക്കുക എല്ലാവരും. ഓക്കെ, ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയത് ഉണ്ട്. അതിലൊരു മുട്ട എടുത്തിട്ട് ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ തന്നെ കുനുകുന പോലെ അരിയണം. അതിന് ഷേപ്പ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പം ഞാൻ 3 മുട്ട ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ മയോണൈസ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മയോണൈസ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ഈ മുട്ടയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ടിച്ച് വെച്ചിരിക്കുന്ന ബണ്ണിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട്, അതായത് മുട്ടയും സബോളയും എല്ലാം കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് അലങ്കാരങ്ങൾ. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ മുട്ട പുഴുങ്ങിയത് മുറിച്ചിട്ട് നമുക്ക് ഡെക്കറേഷനായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം. ഇതുപോലെ എല്ലാ ബണ്ണും നമുക്ക് എല്ലാം കൂടി അറേഞ്ച് ചെയ്യാം.
അപ്പോൾ ഒരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. മുട്ടയല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ചെയ്യും. അധികം സാധനങ്ങളും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് പിന്നെ അടുത്ത ദിവസം കാണാം.